ഹായ്, എല്ലാവർക്കും ദിവ്യാസ് കിച്ചൺ വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഇന്ന് തലശ്ശേരി ദം ബിരിയാണിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുന്നതോടൊപ്പം തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി അമർത്തിയാൽ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായും ലഭിക്കുന്നതാണ്. ആക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ 2 സവാളയൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഞാൻ അല്പം അണ്ടിപ്പരിപ്പും മുന്തിരിയും എടുത്ത് വെച്ചിട്ടുണ്ട്. സവാള ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായതിനു ശേഷം ഞാൻ അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായതിനു ശേഷം നമുക്കതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. ഒരു ബ്രൗൺ കളർ ആവുന്നവരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. കളറ് മാറി വരുന്നുണ്ട്. അല്പം കൂടി ബ്രൗൺ കളറായ നമുക്കൊന്ന് കോരിയെടുക്കാം. കറക്റ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് കോരിയെടുക്കാം. സവാള ഫ്രൈ ചെയ്തതിന് ശേഷം നമുക്ക് അതിൽ തന്നെ എടുത്തു വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരിയും ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്കൊന്ന് അണ്ടിപ്പരിപ്പ് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ആയിട്ടുണ്ട്. നമുക്ക് കോരിയെടുക്കാം. ഇനി നമുക്ക് മുന്തിരിയും ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ അണ്ടിപ്പരിപ്പും മുന്തിരിയും സവാളയും ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യമായിട്ട് ഞാൻ ബിരിയാണിയിലേക്കുള്ള മസാല തയ്യാറാക്കാൻ പോവാണ്. അതിനേക്കായിട്ട് ഞാൻ മല്ലിച്ചപ്പും പുതിനയും ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്കായിട്ട് ബ്രോക്കൺ കാഷ്യൂനട്ട് നന്നായിട്ട് അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. 1 കപ്പ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ ഒരു 15 പച്ചമുളക് ക്രഷ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 300 ഗ്രാം തക്കാളി നൈസായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്കായിട്ട് 14 പീസ് ചിക്കനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. തയ്യാറാക്കാനായിട്ട് ഞാൻ ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഉരുളി ചൂടായതിനു ശേഷം ഞാൻ അതിലേക്ക് ഒരു 3 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായതിനു ശേഷം നമുക്ക് അതിലേക്ക് 2 ചെറിയ പട്ട, 2 ഗ്രാമ്പൂ, ഒരു തക്കോൽ എന്നിവ ഇട്ട് കൊടുക്കാം. അതൊന്ന് പൊട്ടിയതിന് ശേഷം നമുക്ക് അതിലേക്ക് അരിഞ്ഞു വെച്ച സവാള ഇട്ട് കൊടുക്കാം. ഞാനൊരു 700 ഗ്രാം സവാളയാണ് എടുത്തിരിക്കുന്നത്. നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം. സവാള പെട്ടെന്ന് വാടി കിട്ടാനായിട്ട് ഇതിലേക്ക് ഞാൻ അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാള നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഞാൻ അതിലേക്ക് 3 സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അതോടൊപ്പം ഞാൻ അതിലേക്ക് 1 സ്പൂണ് ക്രഷ് ചെയ്ത പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കതിലേക്ക് എടുത്തു വെച്ച കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം. ഞാൻ ഇതിലേക്ക് അരിഞ്ഞു വെച്ച തക്കാളി കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 300 ഗ്രാം തക്കാളിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം. അതിനായിട്ട് നമുക്കൊന്ന് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് മൂടി ഒന്ന് തുറന്നു നോക്കാം. നമ്മുടെ തക്കാളി നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. നമുക്ക് നന്നായി ഒന്നുകൂടെ ഉടച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ മസാലകൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ഒരു 2 സ്പൂണ് മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതോടൊപ്പം ഞാൻ ഇതിലേക്ക് ഒരു 2.5 സ്പൂണ് ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുകയാണ്. അതോടൊപ്പം ഞാൻ ഇതിലേക്ക് 1 സ്പൂണ് ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഒരു 3 സ്പൂണ് കാഷ്യൂനട്ട് പേസ്റ്റാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്.
അതോടൊപ്പം ഞാൻ ഇതിലേക്ക് ഒരു 3 സ്പൂണ് തൈരും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. പുളിക്കനുസരിച്ച് ചേർത്ത് കൊടുക്കേണ്ടതാണ്. നന്നായിട്ടൊന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ച മല്ലിച്ചപ്പും പുതിനയും ഇട്ട് കൊടുക്കാം. ഇതിട്ട് കൊടുത്താൽ നമ്മുടെ ബിരിയാണിക്കൊക്കെ നല്ലൊരു ഫ്ലേവർ കിട്ടുന്നതായിരിക്കും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഫ്രൈ ചെയ്തെടുത്ത് വെച്ച സവാള കൂടെ ഇട്ട് കൊടുക്കാം. ദം ബിരിയാണിയുടെ ഒരു പ്രത്യേകതയാണിത്, ഫ്രൈ ചെയ്തെടുത്ത് വെച്ച സവാള ഇട്ട് കൊടുക്കുന്നത്. ഇനി നന്നായിട്ടൊന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് മസാല ഒരു പാത്രത്തിലേക്ക് കോരിയെടുക്കാം. അല്പം മസാല മാത്രം പാത്രത്തിൽ വെച്ചാൽ മതി, ബാക്കിയെല്ലാം കോരിയെടുക്കാം. മസാല ഞാനൊരു പാത്രത്തിൽ കോരിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഉരുളി ഞാൻ അല്പം മസാല വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. 14 പീസ് ചിക്കനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമ്മുടെ ചിക്കൻ നന്നായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കണം, എന്നാൽ മസാലയൊക്കെ നന്നായിട്ട് ഇതിലേക്ക് പിടിക്കുള്ളൂ. അതിനായിട്ട് നന്നായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/2 സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/4 സ്പൂണ് ക്രഷ് ചെയ്ത പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/4 സ്പൂണ് ഓയിൽ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം ഞാൻ അതിലേക്ക് അരിഞ്ഞ് കുറച്ച് മല്ലിച്ചപ്പും പുതിനയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ഒന്ന് മൂടി തുറന്ന് നോക്കുകയാണ്. ഇതിലേക്ക് ഞാൻ അല്പം വെള്ളം പോലെ ഇതുവരെ ഒഴിച്ചു കൊടുത്തിട്ടില്ലായിരുന്നു. ചിക്കനിലെ വെള്ളമൊക്കെ ഇറങ്ങി വന്നതാണിത്. ഇനി ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്ക് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഒരു 20 മിനിറ്റൊക്കെ ഇതിന് വേവ് ഉണ്ടാവും. ഒരു 20 മിനിറ്റിന് ശേഷം നമുക്ക് മൂടി ഒന്ന് തുറന്ന് നോക്കാം. നമ്മുടെ ചിക്കനൊക്കെ വെന്ത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എടുത്തു വെച്ച മസാല കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്നുകൂടെ അടച്ചു വെച്ച് ഒന്നുകൂടെ വേവിച്ചെടുക്കാം. തയ്യാറാക്കുന്നതിലേക്കായിട്ട് സവാളയും ക്യാരറ്റും നൈസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ബിരിയാണിയിലേക്കുള്ള റൈസ് തയ്യാറാക്കാൻ പോവാണ്. അതിനേക്കായിട്ട് ഞാൻ ചെമ്പ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചെമ്പ് ചൂടായതിനു ശേഷം നമുക്കതിലേക്ക് 3 സ്പൂണ് നെയ്യും 3 സ്പൂണ് സൺഫ്ലവർ ഓയിലും ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം ഞാൻ അതിലേക്ക് ഒരു 50 ഗ്രാം ഡാൽഡ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ചൂടായതിനു ശേഷം നമുക്കിതിലേക്ക് എടുത്തു വെച്ച പട്ട, ഗ്രാമ്പു, ഏലക്ക, തക്കോലം, സാജീരകം, പെരിഞ്ജീരകം, ഒരു ചെറിയ ജാതിപത്രി എന്നിവ ഇതിലിട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് അതിലേക്ക് അരിഞ്ഞു വെച്ച സവാള കൂടെ ഇട്ട് കൊടുക്കാം. അതോടൊപ്പം ഇതിലേക്ക് ഞാൻ 2 സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും 1 സ്പൂണ് ക്രഷ് ചെയ്ത പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ 1.5 കിലോ റൈസാണ് തയ്യാറാക്കാൻ പോകുന്നത്. അതിലേക്കായിട്ട് നമുക്ക് 2.5 ലിറ്റർ വെള്ളമാണ് ആവശ്യം. ഞാൻ 3 മാൻ കൈമ റൈസാണ് ഉപയോഗിക്കുന്നത്. അരി നന്നായിട്ട് കഴുകിയതിന് ശേഷം നമുക്കൊരു 15 മിനിറ്റ് കുതിർക്കാൻ വെക്കേണ്ടതാണ്. ഞാൻ ഇതിലേക്ക് 2.5 ലിറ്റർ വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. അതോടൊപ്പം ഞാൻ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം ഞാൻ ഇതിലേക്ക് 1 സ്പൂണ് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്.
അതോടൊപ്പം ഇതിലേക്ക് ഒരു 3 സ്പൂൺ നാരങ്ങ നീരും ചേർക്കുന്നുണ്ട്. നമുക്ക് അരിഞ്ഞു വെച്ച ക്യാരറ്റ് കൂടെ ഇട്ട് കൊടുക്കാം. ഇളക്കുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് മൂടി ഒന്ന് തുറന്ന് നോക്കാം. വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. തിളച്ച വെള്ളത്തിലേക്ക് അല്പം മല്ലിച്ചപ്പും പുതിനയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം ഞാൻ ഇതിലേക്ക് എടുത്തു വെച്ച 1.5 കിലോ റൈസാണ് ഇട്ട് കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് മൂടി ഒന്ന് തുറന്ന് നോക്കാം. വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു 10 മിനിറ്റും കൂടെ അടച്ചു വെച്ച് വേവിക്കാം. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് കോരിയെടുക്കാം. ദം ചെയ്യാനായിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് കോരിയെടുക്കാം. പകുതി റൈസ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം. അതിൻ്റെ മുകളിലേക്ക് നമുക്ക് മാറ്റി വെച്ച റൈസും കൂടെ ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുക. എല്ലാ സ്ഥലത്തും ആക്കി കൊടുക്കുക. അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഒരു 50 ഗ്രാം നെയ്യും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. അതോടൊപ്പം ഞാൻ ഇതിലേക്ക് ഗാർണിഷിന് വേണ്ടിയിട്ട് അല്പം തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം അതിൻ്റെ മുകളിലേക്ക് അല്പം മല്ലിച്ചപ്പും പുതിനയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ അല്പം ഫ്രൈ ചെയ്തെടുത്ത് വെച്ച സവാളയും അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കൊരു 10 മിനിറ്റും കൂടെ അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് മൂടി ഒന്ന് തുറന്ന് നോക്കാം. നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നമുക്ക് മെല്ലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ചിക്കനൊന്നും ഉടഞ്ഞിട്ടില്ല. ഇതിലേക്കായിട്ട് ഞാൻ സാലഡ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ തലശ്ശേരി ദം ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അടുത്ത റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം.